നമസ്കാരം നഷ്ടപ്പെട്ടത് ഈ തോട്ടത്തിൽ പോയതിന്റെ പേരിലാണെങ്കിൽ, ആ തോട്ടമാണ് എന്റെ ജമാഅത്ത് കളഞ്ഞതെങ്കിൽ ആ ജമാഅത്ത് നഷ്ടപ്പെടാൻ കാരണമായ തോട്ടത്തെ ഞാൻ മിസ്കീങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതാ ഓഹരി ചെയ്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ചിന്തിക്കുക. മുഅ്മിനീങ്ങളാണ് നമ്മളെല്ലാവരും. ജമാഅത്ത് നമസ്കാരം കളഞ്ഞിട്ട് കച്ചവടം ചെയ്യുന്നവർ വിശ്വാസികളാണ്, ഭയങ്കരമായ വിശ്വാസികളാണ്. ബിസ്മി പറഞ്ഞ ഷട്ടർ തുറക്കുള്ളൂ, ബിസ്മി പറഞ്ഞ മേശയുടെ അടുത്ത് മേശ വലിച്ചിടുള്ളൂ, ബിസ്മി പറഞ്ഞ ആരെങ്കിലും ആദ്യം കൈനീട്ടോന്നും പറഞ്ഞ് ബിസ്മി പറഞ്ഞുകൊണ്ട് ഇതൊക്കെ സംഭവം ശരിയാണ്. നമസ്കാരം ജമാഅത്തിന്റെ സമയം പാഴാക്കിക്കൊണ്ട് കച്ചവടം ചെയ്യുന്നവർ. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു തോട്ടത്തിലേക്ക് പോയി, അസറിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി. ആ തോട്ടം അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്യാൻ തയ്യാറായി. അങ്ങനെ നമ്മൾ സദഖ ചെയ്യാൻ തയ്യാറായ കിടപ്പാടം പോലും നമുക്ക് കാണുകയില്ല. ജമാഅത്ത് നമസ്കാരം ഉപേക്ഷിക്കുന്ന നമ്മുടെ അവസ്ഥ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ആലോചിച്ചു നോക്ക്. അതാണ് പരിശുദ്ധ ഹദീസിൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറെ ആളുകളെ, നരകത്തിന്റെ അവകാശികളെ ഹദീസുകളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. നരകത്തിന്റെ അവകാശികളായ മുസ്ലിമീങ്ങളെ, നമസ്കാരക്കാരാണവർ. പക്ഷെ ആ നമസ്കാരം മാറ്റി നിർത്തുന്നു. എന്തിനു വേണ്ടിയിട്ട്? എന്തിന്റെ പേരിൽ അവർ മാറ്റി നിർത്തുന്നു? അതിന്റെ പേരിൽ അവർ അനുഭവിക്കാൻ പോകുന്നത് എന്താണ്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ഹാഫള അലൈഹാ, ആരൊരാൾ 5 നേരത്തെ നമസ്കാരത്തെ ഇമാമും ജമാഅത്തോടുകൂടി നിലനിർത്തുന്നുവോ, കാനത്ത് ലഹു നൂറൻ വ ബുർഹാനൻ വ നജാതൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർക്ക് അത് ആധാരമായിരിക്കും, അവർക്കത് തെളിവായിരിക്കും, അവർക്കത് അനുകൂല സാക്ഷ്യമായിരിക്കും. വമൻ ലം തകുല്ലഹു വമൻ ലം യുഹാഫിള് അലൈഹാ, ആരൊരാൾ ആ നമസ്കാരത്തെ കൃത്യനിഷ്ഠയോടുകൂടി ഇമാമും ജമാഅത്തോടുകൂടി നമസ്കരിക്കാൻ തയ്യാറില്ലയോ, ലം തകുല്ലഹു നൂർ, നാളെ അവനത് അനുകൂലമായി സാക്ഷ്യം വഹിക്കുകയില്ല, അവനത് പ്രകാശമാവുകയില്ല. വലാ നജാത വലാ ബുർഹാനൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന് പ്രകാശമോ അവന് അനുകൂലമായ വിധിയോ അവന് തെളിവോ ആവുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. ശേഷം ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വകാന മഅ ഖാറൂന വഹാമാന വഫിർഔന വഉബയ്യ് ഇബ്നു ഖലഫ് ലഅനത്തുല്ലാഹി അലൈഹിം അജ്മഈൻ. നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കാൻ വരാതെ സ്വന്തം ആവശ്യത്തിന്റെ പേരിൽ നമസ്കാരം ഒഴിവാക്കല്ല, ജമാഅത്ത് നമസ്കാരത്തെ പാഴാക്കുന്നവർ ഈ 4 കൂട്ടരുടെ കൂട്ടത്തിലായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 4 കൂട്ടരുടെ കൂട്ടത്തിലായിരിക്കും. ആരുടെ കൂട്ടം? ഫിർഔൻ, ഹാമാൻ, ഖാറൂൻ, ഉബയ്യ് ഇബ്നു ഖലഫ്. ഈ 4 കൂട്ടരുടെ കൂട്ടത്തിൽ. നമസ്കാരം പാഴാക്കിയവരല്ല, ജമാഅത്ത് പാഴാക്കിയവർ. നമസ്കാരം പാഴാക്കിയവന്റെ കാര്യം നമ്മൾ ഇസ്ലാമിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അൽഹദുല്ലദീ ബൈനനാ വ ബൈനഹും അസ്സലാഹ്. മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും ഇടയിൽ നമ്മുടെ കരാർ എന്തെന്നറിയുമോ? നമസ്കാരമാണ് കരാർ. വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള ഇടയിലുള്ള കരാർ എന്താണ്? അല്ലാഹുവിങ്കൽ ഏറ്റെടുത്ത കരാർ നമസ്കാരമാണ്. الذين يوفون بعهد الله ولا ينقضون الميثاق والذين يصلون ما أمر الله به أن يوصل ويخشون ربهم ويخافون سوء الحساب والذين صبروا ابتغاء وجه ربهم وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية ويدرؤون بالحسنة السيئة أولئك لهم عقبى الدار. ആലമുൽ അർവാഹിൽ വെച്ച് അല്ലാഹുവിനോട് എടുത്ത കരാർ. ആ കരാർ പാലിക്കുന്നവരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയാണ്, അൽ അഹ്ദുല്ലദീ ബൈനനാ വ ബൈനഹും അസ്സലാ. വിശ്വാസികളെ, മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമസ്കാരമാണ്. ഫമൻ തറക്കഹാ ഫഖദ് കഫറ.
ആരൊരാൾ ആ നമസ്കാരത്തെ ഒഴിവാക്കിയോ അവൻ നിഷേധിയാണ്. ഫലാ ദീന ലഹു, അവന് ദീനില്ല. വസ്സലാത്തു ഇമാദുദ്ദീൻ, നമസ്കാരം എന്ന് പറയുന്നത് ദീനിന്റെ തൂണാണത്, അതിന്റെ അടിസ്ഥാനമാണത്. ഫമൻ തറകഹാ ഫഖദ് കഫറ, ആരൊരാൾ അതിനെ ഉപേക്ഷിക്കുന്നുവോ അവൻ നിഷേധിയാണ്, അവൻ നിഷേധിയാണ്. അതുകൊണ്ട് അള്ളാഹുവും വിശ്വാസികളായ നമ്മളും തമ്മിലുള്ള കരാറാണ് അൽ അഹ്ദുല്ലദീ ബൈനനാ വ ബൈനഹും അസ്സലാ, നമസ്കാരം എന്ന് പറയുന്നത് നമ്മൾ തമ്മിലുള്ള കരാറാണ്. ആ കരാറിനെ പാലിക്കുന്നവരായിരിക്കണം വിശ്വാസികൾ. അങ്ങനെ നമസ്കാരം എന്ന് പറയുന്ന ആ ഒരു ഉത്തരവാദിത്തത്തെ, ആ ഒരു കരാറിനെ പാലിക്കുന്നവർ ഉലൈക ലഹും ഉഖ്ബദ്ദാർ, സ്വർഗ്ഗത്തിലെ വീട്ടിലായിരിക്കും അവർ. പരിശുദ്ധ ഖുർആൻ. അപ്പോൾ ബഹുമാനപ്പെട്ട നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ നമസ്കാരം, ജമാഅത്ത് നമസ്കാരം മുടക്കുന്നത് 4 കാര്യങ്ങളിലായിരിക്കും നിങ്ങൾ. ഈ 4 കാര്യങ്ങളിൽ ആരെങ്കിലും ജമാഅത്ത് നമസ്കാരം മുടക്കിയാൽ 4 കൂട്ടരുടെ പട്ടികയിലായിരിക്കും ഖാറൂൻ, ഫിർഔൻ, ഹാമാൻ, ഉബയ്യ് ബിൻ ഖലഫ്. ഉമർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അമാ ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലി അഹദിൻ ഇല്ലാ ലിമൻ സലാ, നമസ്കാരമില്ലാത്ത വ്യക്തിക്ക് ഇസ്ലാമിൽ യാതൊരു അവകാശവുമില്ല. അവൻ മുസ്ലിമാണെന്ന് വാദിച്ചിട്ട് അർത്ഥമില്ല, അവൻ ഇസ്ലാമുമായി പുലബന്ധം പോലും ഇല്ലാത്തവരാണ്. വമൻ ലം യുഹാഫിള് അലൈഹാ, ആരൊരാള് നമസ്കാരം കൃത്യമായി ഇമാമും ജമാഅത്തിലും പങ്കെടുക്കുന്നില്ലയോ, ഹുശിറ മഅ ഖാറൂന വഹാമാന വഫിർഔന വഉബയ്യ് ബിൻ ഖലഫ്, നാളെ ആഖിറത്തിൽ റബ്ബിന്റെ പരമോന്നത കോടതിയിൽ ഉയർത്തിക്കൊണ്ട് വരുമ്പോ ആരുടെ കൂട്ടത്തിലായിരിക്കും ഇവരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നറിയുമോ? ഹുശിറ മഅ ഖാറൂൻ, ഖാറൂനിന്റെ കൂട്ടത്തിലായിരിക്കും, ഫറോവയുടെ കൂട്ടത്തിലായിരിക്കും, ഉബയ്യ് ബിൻ ഖലഫിന്റെ കൂട്ടത്തിലായിരിക്കും, ഹാമാന്റെ കൂട്ടത്തിലായിരിക്കും. എങ്ങനെ? ആരെയെങ്കിലും നമസ്കാരം, ജോലിയോ നമസ്കാരത്തിൽ നിന്ന്, ബിമാലിഹി, സാമ്പത്തികമായ പ്രശ്നത്തിന്റെ പേരിൽ ആരെയെങ്കിലും ജോലിയാക്കിയാൽ, ഹുശിറ മഅ ഖാറൂൻ, ഖാറൂനിനോടൊപ്പമായിരിക്കും ഇവനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. കാരണം എന്താണ്? ഖാറൂൻ സമ്പന്നനായിരുന്നു. ഖാറൂൻ സമ്പന്നനായിരുന്നു. സമ്പന്നതയുടെ മടിത്തട്ടിൽ അഹങ്കരിച്ചവനാണ്. അവൻ ആദ്യം ഇസ്ലാമിനെ അംഗീകരിച്ചവനും മൂസാ നബി പ്രവാചകനാണെന്ന് വിശ്വസിച്ചവനും അള്ളാഹുവിനെ വഴിപ്പെട്ടവനുമായിരുന്നു. പക്ഷേ സമ്പത്ത് കുന്നുകൂടിയപ്പോൾ അള്ളാഹുവിനെ മതിമറന്നുപോയി. അങ്ങനെ പിഴച്ചുപോയി ശപിക്കപ്പെട്ടവനായി ഈ ലോകത്ത് നിന്ന് നിന്ദ്യത ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ലോകത്തിലേക്ക് ഒന്നുമില്ലാത്തവനായി അധപ്പതിച്ചു പോയെങ്കിൽ പരിശുദ്ധ ഖുർആൻ അവനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്, അവൻ ശപിക്കപ്പെട്ടവനാണ്. ഈ ശാപം പേറിയവന്റെ കൂട്ടത്തിലായിരിക്കും സാമ്പത്തിക ക്രയവിക്രയത്തിന്റെ പേരിൽ നമസ്കാരത്തിന്റെ ജമാഅത്ത് ഒഴിവാക്കിയ മുസ്ലിം സഹോദര. നമസ്കാരം ഒഴിവാക്കിയവനെ കുറിച്ചല്ല, നമസ്കാരം, ജമാഅത്ത് നമസ്കാരം സാമ്പത്തിക പ്രശ്നത്തിന്റെ പേരിലാണ് ജമാഅത്ത് ഒഴിവാക്കിയതെങ്കിൽ ഹുശിറ മഅ ഖാറൂൻ, ഖാറൂനിനോടൊപ്പമായിരിക്കും ഇവനെ നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. وإن اشتغل بصلاته وإن اشتغل عن الصلاة بوزارته حشر مع هامان. അധികാരത്തിന്റെ പേരും പറഞ്ഞ് ജമാഅത്ത് നമസ്കാരത്തെ ഒഴിവാക്കുന്ന, ജമാഅത്തിന്റെ ഉത്തരവാദിത്തത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന സമുദായമേ, ഭാരവാഹികളെ, രാഷ്ട്രീയത്തിന്റെയോ അധികാരത്തിന്റെയോ പേര് പറഞ്ഞ് ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കിയാൽ അധികാരത്തിന്റെ ഉത്തുംഗ സോപാനത്തിൽ വിരാജിച്ചിരുന്ന ശപിക്കപ്പെട്ട ഹാമാനിന്റെ കൂട്ടത്തിലായിരിക്കും ഇവരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. നഊദു ബില്ലാഹ്, അല്ലാഹ് കാക്കട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഓരോ ജമാഅത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുമ്പോൾ രാഷ്ട്രീയക്കാരായിരിക്കും, രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചോളിൻ. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പേരിൽ ജമാഅത്ത് നമസ്കാരം പോകട്ടെ, ആ വഖത്ത് തന്നെ ഖളാ ആക്കുന്ന എത്രയോ സമുദായ നേതാക്കൾ നമ്മുടെ മുന്നിലുണ്ട്. ജമാഅത്ത് നമസ്കാരം പോകട്ടെ, രാഷ്ട്രീയമൊക്കെ കുറച്ച് സമയത്തേക്ക്, അല്ലെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം, നീ ചത്തു കഴിഞ്ഞാൽ അതോടുകൂടി നിന്റെ രാഷ്ട്രീയം തീർന്നു. രാഷ്ട്രീയക്കാരൻ നിനക്ക് സമ്മാനിക്കുന്നത് ഏറ്റവും വലിയ ഒരു റീത്തായിരിക്കും. നിന്റെ വയറിന്റെ വലിപ്പം പോലെ ഒരു റീത്ത് കൊണ്ട് സമർപ്പിച്ചു തരും. പക്ഷെ ആ കബറിനടിയിൽ കിടന്ന് അനുഭവിക്കാൻ പോണ എന്താണെന്ന് നീ മാത്രമേ അറിയുന്നുള്ളൂ. ഒരു രാഷ്ട്രീയക്കാരൻ അത് കാണുന്നില്ല.
ഇതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് വ്യക്തമായി അടിവരയിട്ട് പഠിപ്പിച്ചിരിക്കുകയാണ്, ആരെങ്കിലും രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ് അധികാരത്തിന്റെ പേരും പറഞ്ഞ് ജമാഅത്ത് നമസ്കാരം പാഴാക്കിയാൽ അധികാരം കൊണ്ട് അമ്മാനമാടിയ ഹാമാന്റെ കൂട്ടത്തിലായിരിക്കും നാളെ ഇവനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ഹാമാൻ ഫറോവയുടെ മന്ത്രിയായിരുന്ന ഹാമാന്റെ കൂട്ടത്തിലായിരിക്കും ഇവനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നേതാക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറയുന്നില്ല. വിഷമമുണ്ടാവും. രാഷ്ട്രീയക്കാരാ ചത്തുപോയാൽ രാഷ്ട്രീയക്കാരന്റെ മയ്യത്ത് കൊണ്ടുവരുമ്പോൾ കാവലിരിക്കുന്ന നമ്മുടെ നാട്ടിലൊക്കെ ജമാഅത്തിന്റെ പ്രസിഡന്റുമാരായിരിക്കും, നമ്മുടെ നാട്ടിന്റെ ജമാഅത്തിന്റെ സെക്രട്ടറിമാരായിരിക്കും, ഉത്തരവാദിത്തപ്പെട്ടവരായിരിക്കും. രാഷ്ട്രീയക്കാരൻ ചത്തുപോകുമ്പോൾ അവന്റെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ പ്രതീക്ഷിച്ച് നേരത്തെ പോയി എത്തിക്കാഫിന്റെ നിയത്തും പറഞ്ഞിരിക്കും. കാരണം എന്താ? പത്രത്തിൽ ഫ്രണ്ട് പേജിൽ പേര് വരണ്ടായോ? പക്ഷെ അതിന്റെ പേരിൽ എത്ര വഖ്ത് നമസ്കാരം പാഴാകുന്നു. 5 മണിക്ക് വരുമെന്ന് പറഞ്ഞ മയ്യത്ത് വരുന്നത് രാത്രി 10 മണിക്കാണ്. 3 മണിക്കേ പോയിരിക്കും. അസർ നമസ്കാരം പോയി, മഗ്‌രിബ് നമസ്കാരം പോയി, ഇശാ നമസ്കാരം, മയ്യത്തൊക്കെ അടക്കിയിട്ട് ഫാത്തിഹയൊക്കെ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇനിയിപ്പോ ഇശായുടെ സ്കെച്ചിൽ കിടക്കാൻ പോവല്ലേ. ഈ 3 വഖ്ത് നമസ്കാരം ഖളാ ആയിപ്പോയി. അതിന് വേറെ ഇടി, അത് പ്രത്യേകമാണ്, ശിക്ഷ വേറെയാണ്. ഈ ജമാഅത്ത് നമസ്കാരം മുടക്കിക്കൊണ്ട് ഈ അധികാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഇവരെ നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് ഹാമാന്റെ കൂട്ടത്തിലായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു മനസ്സിലാക്കാൻ നമ്മുടെ നേതാക്കന്മാർക്ക് സൗഭാഗ്യം നൽകുമാറാകട്ടെ. ദുനിയാവിൽ ഒരു ചെറിയ പദവി ലഭിച്ചത് കൊണ്ട് ഒന്നും കിട്ടിയില്ല സഹോദര. നമ്മൾ ഒന്നുമല്ല സഹോദര. ഒരു കതറിന്റെ ഡ്രസ് ഇട്ടത് കൊണ്ട്, വസ്ത്രം ഇട്ടത് കൊണ്ട്, ഉടയാത്ത പശ തേച്ച് മിനിക്കിയ ഒരു ഡ്രസ് ഇട്ടത് കൊണ്ട് നമ്മൾ ഒന്നുമല്ല ഈ ദുനിയാവില്. മരിച്ചുപോയി കഴിഞ്ഞാൽ പിന്നീടാണ് നീ മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കാണുമ്പോൾ പൊട്ടിക്കരയുമായിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് സഹാബത്ത് ചോദിച്ചു, ഉസ്മാൻ റളിയല്ലാഹുവിനോട് സഹാബത്ത് ചോദിച്ചു, അല്ല നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ സവിധത്തിൽ ഇരിക്കുമ്പോ എത്രയോ പ്രാവശ്യം നരകത്തെക്കുറിച്ച് നബി തങ്ങൾ പറയാറുണ്ട്, സ്വർഗത്തെക്കുറിച്ച് പറയാറുണ്ട്. ആ സമയത്തൊന്നും നിങ്ങൾ കരയാറില്ലല്ലോ, നിങ്ങൾ ഖബറിനെ കുറിച്ച് പറഞ്ഞപ്പോ നിങ്ങൾ കരയുന്നുവല്ലോ എന്ന് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു സഹാബത്ത് ചോദിച്ചപ്പോ, സഹോദര സ്വർഗവും നരകവും ഒക്കെ അവിടെ ഇരിക്കട്ടെ. ദുബായിലേക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് കയറാൻ പോകുമ്പോൾ ആദ്യം ഫ്ലൈറ്റ് ഉണ്ടെങ്കിലേ ദുബായ് കാണാൻ പറ്റുള്ളൂ, ഫ്ലൈറ്റ് ഇല്ലാതെ ഒന്നും ദുബായ് കാണാൻ പറ്റൂല. ഖബർ എന്ന് പറയുന്ന വീട്, ആദ്യമായി ആ ഖബർ എന്ന വീട്ടിലേക്ക് കയറി അവന് ഖൈറുണ്ടെങ്കിൽ മാത്രമേ സ്വർഗം, അതല്ല എങ്കിൽ അവന് നരകമാണ്. അതുകൊണ്ട് ആ ഖബറിനെയാണ് ആദ്യം നമ്മൾ ഭയപ്പെടേണ്ടത്, പിന്നെയാണ് നരകം, പിന്നെയാണ് സ്വർഗം. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എല്ലാ സന്ദർഭവും ഖബർ കാണുമ്പോൾ പൊട്ടിക്കരയുമായിരുന്നു. ഇന്ന് ഖബറിന്റെ മുന്നിൽ കൂടെ ചവിട്ടിട്ട് പള്ളി കയറുന്നു, ഞാനടക്കം കരയുന്നുണ്ടോ? അതിനടി കിടക്കുന്നവരുടെ അവസ്ഥ എന്താണ് നമ്മൾ അറിയുന്നുണ്ടോ? ഖബറിനെ പൂജിച്ചുകൊണ്ട് അടക്കല്ലേ നമ്മള്. അതിനകത്തുള്ള സംഭവം എന്താണെന്ന് ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? ഉസ്മാൻ റളിയല്ലാഹു തആലാന്റെ അവസ്ഥ ഇതായിരുന്നു, പൊട്ടിക്കരയുമായിരുന്നു ഖബർ കാണുമ്പോൾ. കാരണം എന്താ? ആദ്യത്തെ സംഭവം, നിന്റെ ആദ്യത്തെ സ്കാനിങ് നടക്കുന്നത് ആ ഖബറിലാണ്, നിന്റെ വെരിഫിക്കേഷൻ നടക്കുന്നത് ആ ഖബറിലാണ്. ആ ഖബറിൽ നിനക്ക് രക്ഷ കിട്ടിയെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള അവസ്ഥയെല്ലാം നീ രക്ഷ പ്രാപിച്ചവനായി. ആ ഖബർ നിനക്ക് എതിരായി പ്രവർത്തിച്ചുവെങ്കിൽ പിന്നീട് നീ അങ്ങോട്ട് നഷ്ടപ്പെട്ടവനായിരിക്കും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് ആ ഖബറിലേക്ക് വേണ്ടി ആദ്യം ചിന്തിക്ക്. അധികാരമൊക്കെ ഈ സമയത്ത് നഷ്ടപ്പെട്ടു പോകും. അതിനൊക്കെ ഒരു സമയമേ ഉള്ളൂ, ഒരു പരിധി വരെയേ ഉള്ളൂ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാന്റെ റസൂലിന്റെ മുത്തായ വാക്കാണിത്. വേണമെങ്കിൽ മനസ്സിലാക്കിയാൽ നമുക്ക് നന്ന്, ഇല്ലെങ്കിൽ നിനക്ക് തന്നെയാണ്, നിന്റെ ശരീരത്തിന് നീ തന്നെയാണ് ആപത്ത് വലിച്ചു വാങ്ങി വെക്കുക. അതുകൊണ്ട് ആരെയെങ്കിലും നമസ്കാരം അധികാരത്തിന്റെ പേരും പറഞ്ഞിട്ട് ജമാഅത്ത് നമസ്കാരം ബന്ധിച്ചു കളഞ്ഞാൽ നാളെ ഹാമാന്റെ കൂട്ടത്തിലായിരിക്കും ഇവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരിക. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീണ്ടും പറയുകയാണ്, അധികാരത്തിന്റെ പേരിൽ ആരെയെങ്കിലും നമസ്കാരം ഒഴിവാക്കിയാൽ ഫറോവ അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഈജിപ്തിന്റെ ഭരണാധികാരി, ഞാനാണ് ഉന്നതനായ റബ്ബ്, എന്റെ കാലിന്റെ കീഴിലൂടെയാണ് നൈൽ നദി ഒഴുകുന്നത് എന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ച ആ ഫറോവ ശപിക്കപ്പെട്ടവനും ഇന്ന് സമുദായത്തിന്റെ മുന്നിൽ ഇന്നും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊരു പാഠമാക്കി വെച്ചിട്ടുണ്ട് അവന്റെ മൃതശരീരമെങ്കിൽ. നാളെ അധികാരത്തിന്റെ പേരും പറഞ്ഞിട്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ ജമാഅത്ത് നമസ്കാരം മുടക്കിയാൽ ഫറോവയുടെ കൂട്ടത്തിലായിരിക്കും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. കച്ചവടത്തിന്റെ പേരും പറഞ്ഞ് ആരെങ്കിലും ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കിയാൽ
ഹുശിറ മാ ഉബയ്യ് ഇബ്നു ഖലഫ്, ഉബയ്യ് ഇബ്നു ഖലഫിനോടൊപ്പമായിരിക്കും അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. വഹുവ താജിറു മക്ക, മക്കയിലെ മക്ക മുശ്രിക്കീങ്ങളുടെ ഹോൾസെയിൽ വ്യാപാരിയായിരുന്നു ഉബയ്യ് ഇബ്നു ഖലഫ്. ഈ ഉബയ്യ് ഇബ്നു ഖലഫിനോടൊപ്പമായിരിക്കും കച്ചവടത്തിന്റെ പേരും പറഞ്ഞ് ആരെങ്കിലും ജമാഅത്ത് നമസ്കാരം മുടക്കിയാൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരിക എന്ന് കമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കുക, ജമാഅത്ത് നമസ്കാരത്തിന്റെ ഗൗരവം അത്രത്തോളം വലുതാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയപ്പോൾ അദ്ദേഹം തോട്ടം ഹദിയ ചെയ്യാൻ തയ്യാറായി. ബഹുമാനപ്പെട്ട റബീഅ ബിൻ ഹൈസം റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ശരീരം തളർന്നു വീണിട്ട് പോലും രണ്ടുപേരുടെ സഹായത്തോടു കൂടി ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ തയ്യാറായി.